അല്ലു അർജുൻ എന്ന സിനിമാ നടൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമോ? അത്തരത്തിലൊരു ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നത്. കാരണം രണ്ടാമത് മരണവും സംഭവിച്ചിരിക്കുന്നു. അന്ന് ഹൈദരാബാദ് സന്ധ്യ ഓഡിറ്റോറിയത്തിൽ നടന്ന തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന വീട്ടമ്മ മരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലു അർജുനെതിരെ കേസെടുക്കുകയും അല്ലു അർജുൻ അറസ്റ്റിലാവുകയും ചെയ്തത്. അന്ന് ആ തിരക്കിൽപ്പെട്ട് അബോധാവസ്ഥയിലായ രേവതി മരിക്കുകയും ആ രേവതിയോടൊപ്പം ഉണ്ടായിരുന്ന മകൻ തേജ്, 9 വയസ്സുള്ള തേജ് അന്ന് അബോധാവസ്ഥയിലായതാണ്. പിന്നീട് അയാൾ ഉണർന്നിട്ടില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ 9 വയസ്സായ ബാലൻ കോമോയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ പയ്യൻ അല്ലെങ്കിൽ ആ ബാലൻ മരിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അയാളുടെ മസ്തിഷ്ക മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തേജ് എന്ന 9 വയസ്സുകാരനും മരിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലു അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്യും എന്ന ചില അഭ്യൂഹങ്ങൾ ഹൈദരാബാദിൽ ഉയരുന്നുണ്ട്. അത് രണ്ടാമത്തെ കേസ് അയാൾക്ക് എടുക്കാം. പക്ഷെ ഈ കേസ് നേരത്തെ ഉള്ളതാണ്. ഇയാൾ കോമയിലാണെന്ന്. പക്ഷേ രണ്ടാമത് മരണം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയാണ് അല്ലു അർജുനെ ഈ രേവതി എന്ന് പറയുന്ന വീട്ടമ്മ സിനിമ കാണാൻ വന്നതാണ്. രേവതി വന്നത് അവരുടെ 2 കുഞ്ഞുങ്ങളും ഭർത്താവും എന്ന ഭാസ്കർ എന്ന് പറയുന്ന ഭർത്താവുമായിട്ടാണ് ഈ സിനിമ കാണാൻ സന്ധ്യ തിയേറ്ററിൽ, ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ വന്നത്. 2 മക്കളും കൂടെ ചേർന്ന് അവരൊരു ഫാമിലി ആയിട്ടാണ്, ഭാര്യയും ഭർത്താവും 2 മക്കളും. ഒന്ന് ഈ പറയുന്ന തേജ് എന്ന് പറയുന്ന 9 വയസ്സുകാരൻ, 2 സാവിദ് എന്നോ പറയുന്ന പേരിലുള്ള ഒരു 7 വയസ്സുകാരൻ. അങ്ങനെ 9ഉം 7ഉം വയസ്സുള്ള മക്കളുമായിട്ടാണ് ഇവർ സിനിമ കാണാൻ വന്നത്. പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ കാണാൻ. ദ റൂൾ എന്നാണ് സിനിമയുടെ മറ്റൊരു പേര്. അതായത് പുഷ്പ 2 ദ റൂൾ എന്നാണ്. അതായത് അവിടെ പുഷ്പയാണ് റൂള്, ഗവൺമെന്റിനൊന്നും യാതൊരു ഗവൺമെന്റ് നിയമങ്ങളും. അത് ആ സിനിമയ്ക്കകത്ത് ഡയലോഗ് പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് എൻ്റെ റൂളാണ്, സർക്കാരിന്റെ റൂളല്ല നടപ്പിലാക്കുന്നത്, എൻ്റെ റൂളാണ് നടപ്പിലാക്കുന്നത് എന്ന് പറയുകയും റോഡ് ഉപരോധിക്കുന്നതും റോഡ് കയ്യേറുന്നതും ഒക്കെ, റോഡിൽ വാഹനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതും ഒക്കെ ആ സിനിമയിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ സിനിമയിൽ അങ്ങോളം ഇങ്ങോളം നിയമവിരുദ്ധമായ നിയമലംഘനങ്ങളാണ് നടക്കുന്നത്. നിയമത്തെ ധിക്കരിക്കുക, നമ്മുടെ നിയമ സംവിധാനത്തെ ധിക്കരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഇതിവൃത്തം പോലും അങ്ങനെയാണ്. കാരണം സ്മഗ്ലിംഗ് നടത്തുന്ന ഒരു വലിയ നായകനാണ്. നമ്മുടെ കാട്ടിലെ പൊതുസ്വത്തായ രക്തചന്ദനം കാട്ടിൽ കയറി ബലം പ്രയോഗിച്ച് മുറിച്ചുകൊണ്ട് പോവുകയും അതിനെ തടയാൻ നോക്കുന്ന പോലീസ് ഓഫീസറെ വില്ലനായി ചിത്രീകരിക്കുകയും ഈ മോഷണം നടത്തുകയും സ്മഗ്ലിംഗ് നടത്തുകയും ചെയ്യുന്ന കാട്ടുകള്ളനെ നായകനായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന, പരിഹസിക്കുന്ന, പല്ലിളിക്കുന്ന ഒരു പ്രമേയമാണ് ആ സിനിമ എന്നുള്ളത്. അത് ഞാൻ 2 പുഷ്പ 1 പുഷ്പ 2 ഞാൻ കണ്ടവനാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ പറ്റും. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും, സിനിമയുടെ റിവ്യൂവിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ വന്നത്. സിനിമ റിവ്യൂ ആണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊന്നും കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു മാനുഷിക പ്രശ്നമാണ്. കാരണം ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ പുഷ്പയായിട്ട് വന്ന അല്ലു അർജുനും അർജുനോടൊപ്പം തന്നെ സ്മിക വന്ദനയും കൂടെ വന്നുവെന്നും ആ 2 പേരും കൂടി അപ്രതീക്ഷിതമായിട്ട് തിയേറ്ററിൽ വന്ന് കയറിയപ്പോൾ പോലീസിനോട് നേരത്തെ വിവരം പറഞ്ഞിരുന്നില്ല. പോലീസ് ഓഫീസർമാരും പോലീസ് കമ്മീഷണറും പറയുന്നത് അങ്ങനെയാണ്. പോലീസിനോട് നേരത്തെ വിവരം പറഞ്ഞില്ല ഇയാൾ തിയേറ്ററിലേക്ക് വരുന്നു എന്നുള്ള വിവരം. അതിൻ്റെ പ്രീമിയർ ഷോ ആണ് അവിടെ നടന്നത്. ആ പ്രീമിയർ ഷോയിൽ ആരാധകരെ ഇളക്കാനും അത് വലിയൊരു ബൂസ്റ്റപ്പ് ആക്കി മാറ്റാനും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അല്ലു അർജുനും ഈ രശ്മികയും അവിടെ എത്തിയത്. പക്ഷേ തിയേറ്റർ അധികൃതർ ഇതൊന്നും തന്നെ നേരത്തെ പോലീസിനെ അറിയിക്കുകയോ അല്ലു അർജുൻ തന്നെ പോലീസിനെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. അതുപോലെ പോലീസിന് ഒരു നേരത്തെ തന്നെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും നടത്താനൊന്നും കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ ഈ അല്ലു അർജുനും ഈ നായികയും വന്നപ്പോൾ പെട്ടെന്ന് ആൾക്കാർ തള്ളിക്കയറുകയാണുണ്ടായി കാണാൻ വേണ്ടിയിട്ട്. ഗേറ്റ് തകർത്തപ്പോൾ കൂടുതൽ തള്ളിക്കയറ്റമുണ്ടായി. ഇതിൻ്റെ ഇടയിൽ അല്ലു അർജുന് അയാളുടെ സ്വകാര്യ പ്രൊട്ടക്ഷൻ ടീം ഉണ്ടായിരുന്നു. ആ പ്രൊട്ടക്ഷൻ ടീം അല്ലു അർജുനെ വളഞ്ഞാണ് കൊണ്ടുപോയത്. അപ്പോൾ ആരാധകർ ഇയാളെ കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും ഈ അല്ലു അർജുന്റെ പ്രൊട്ടക്ഷൻ ടീം, അയാളുടെ സ്വകാര്യ പ്രൊട്ടക്ഷൻ ടീം ഈ ആൾക്കാരെ പുറകിലേക്ക് തള്ളി മാറ്റി. അല്ലു അർജുന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ പുറകിലേക്ക് തള്ളി മാറ്റി. അങ്ങനെ പുറകിലേക്ക് തള്ളി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ
അതിഭയങ്കരമായ പിന്നെ തിരക്കാണ് ഉണ്ടായത്. ഇതിൽ സിനിമ കാണാൻ വന്ന ഈ രേവതിയും രേവതിയുടെ ഭർത്താവ് ഭാസ്കറും മകനായ തേജും 7 വയസ്സുകാരനായ മറ്റേ മകൻ, എങ്ങനെ ഇവർ 4 പേരും ഇതിനകത്ത് അറിയാതെ പെട്ടുപോവുകയും അവർ അതിനകത്ത് ശ്വാസം മുട്ടി ബോധം കെട്ട് വീഴുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അവരെ പെട്ടെന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും ബോധം തെളിഞ്ഞില്ല. അവിടെ നിന്ന് വീണ്ടും കിംസ് ആശുപത്രിയിലേക്ക്, ഹൈദരാബാദിലെ തന്നെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചികിത്സ 2 പേർക്കും ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷേ രേവതി പിന്നെ ബോധത്തിൽ നിന്നും തെളിഞ്ഞില്ല, അവർ മരണത്തിലേക്ക് പോയി. അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകനും അതുപോലെ അന്ന് ബോധം കെട്ട മകൻ ഇത്രയും കാലം മസ്തിഷ്ക ആഘാതം ഏറ്റ് ഈ തള്ളിന്റെ ഭാഗമായിട്ട് തലയ്ക്ക് നല്ല തള്ളു കിട്ടി, ചവിട്ടി ആൾക്കാർ വീഴുകയും ചവിട്ടി ഉടയ്ക്കുകയും ചെയ്തതിൻ്റെ ഒരു മസ്തിഷ്കാഘാതം ഗൈര്യമായിട്ടുണ്ട്. അതിൻ്റെ ആഘാതത്തിൽ മരിക്കാനുണ്ടായത്. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലു അർജുൻ്റെ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയെന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത്തരം ഒരു പിന്നെ ഒരു തിയേറ്റർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇത്തരം ആരാധകർ, അതും ഇത്രയും ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു പിന്നെ ഒരു നായകൻ, ഒരു അല്ലു അർജുനാണോ ആരോ ആയിക്കോട്ടെ, അയാൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നായകന്മാർ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു പാഠം തന്നെയാണ്. വരുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ചില നിയമങ്ങൾ, നിങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങൾ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് നിയമലംഘനം നടത്താം, പോലീസിനെ വില്ലനായി കാണിക്കാം, പോലീസിനെ ജനമധ്യത്തിലിട്ട് അടിക്കാം, വെട്ടാം, കുത്താം, അതൊക്കെ നിങ്ങളുടെ സിനിമയ്ക്കാകാം. പക്ഷേ പുറത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ പിന്നെ നായകനല്ല, പിന്നെ പുഷ്പയല്ല, വെറും ഒരു അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു പൗരനാണ്. ആ പൗരൻ ചെയ്യേണ്ട ചില കടമകളുണ്ട്. തനിക്ക് തന്നെ പിന്നെ നിലനിർത്തുന്ന ഈ സമൂഹം, തന്നെ ഇങ്ങനെ ആക്കിയ സമൂഹത്തോട് മര്യാദയായി പെരുമാറാണ്, മാന്യമായി പെരാറാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു രീതി അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ അദ്ദേഹം പോലീസിനെ അറിയിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയും തിയേറ്ററിൽ പ്രത്യേകമായി ഇദ്ദേഹത്തിന് പോകാൻ ഒരു വഴി ഒരുക്കുകയും ആ വഴി ഒരുക്കിയിട്ട് പ്രത്യേക സ്ഥലത്ത് പോയി ചെന്നിട്ട് ആരാധനയെ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യേണ്ടതായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ടത് അല്ലു അർജുനായിരുന്നു. അതുകൊണ്ട് അല്ലു അർജുന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഗവൺമെന്റ് വളരെ ധൈര്യമായിട്ട് നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയും അല്ലു അർജുനും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ക്രാഷായിട്ട് ഇതിനെ കാണരുത്. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ എല്ലാ ഈ സൂപ്പർ സ്റ്റാറുകൾക്കും അല്ലെങ്കിൽ വലിയ നടന്മാർക്കും ഒരു പാഠം തന്നെയാണത്.